അല്ല ഗൈസ്, നമ്മൾ നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുത്തത് 24,350 P ആണ് എൻട്രി എടുത്തത്. നമ്മൾ എൻട്രി എടുത്ത് നോർമൽ ചെയ്യുന്നതിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 1:5 ആണ്. 8 പോയിന്റ് എസ് 40 പോയിന്റ് ടാർഗറ്റാണ്. എങ്ങനെ പോകും നോക്കാം നമുക്ക് ട്രേഡ്. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റിന് ചാൻസ് ഉള്ളതാണ്. പിന്നെ വള്ളോട്ട് വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ, കുറച്ച് റിസ്ക് ആയതുകൊണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ട്രേഡ്സ് എങ്ങനെ പോകുന്നു. സോ സ്റ്റിൽ ആ ഒരു ഏരിയ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഈ SL പോസിറ്റീവ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാവും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഞാൻ ജസ്റ്റ് ചെറിയ SL കൊടുക്കണ്ടെന്നുള്ളൊരു അഭിപ്രായം. കാരണം മാർക്കറ്റ് ആ ഏരിയയിൽ നിന്ന് നല്ല രീതിയിലൊരു റിവേഴ്സൽ ഫോം ആവുന്ന മാർക്കുള്ള സെറ്റപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ SL പോസിറ്റീവ് ട്രൈ ചെയ്തിട്ട് ഇനി നമുക്ക് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റിലാണ് ഇറങ്ങുക, നമുക്ക് ലോസ് ഒന്നും ഉണ്ടാവില്ല. അല്ല നമ്മൾ ടാർഗറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 3,000 പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ട്രേഡാണ്. അപ്പോൾ ട്രേഡ് എടുത്തിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളമായി. സോ നമ്മൾ എൻട്രി എടുത്തിട്ട് ഗൈസ് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. ട്രേഡ് സ്റ്റിൽ നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ. എന്താ ചെയ്യുക, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളിങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം മാർക്കറ്റാണ്, മാർക്കറ്റിൻ്റെ ഇഷ്ടത്തിന് പോയുള്ളൂ. സോ എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ലൂഡോ കളിച്ചിരിക്കണം. നമ്മൾ SL ടാർഗറ്റൊക്കെ പ്ലേസ് ചെയ്തിരിക്കണം. സോ ഒന്നെങ്കിൽ ലൂഡോ ജയിക്കും, അല്ലെങ്കിൽ ട്രേഡ് ജയിക്കും. അങ്ങനെ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു ഗൈസ്. ലൂഡോ കളിച്ചിരുന്ന് ലൂഡോയിൽ നമ്മൾ തോറ്റി. ഇനി ട്രേഡ് എന്താവും നോക്കാം. 1 മണിക്കൂർ വരെ ഹോൾഡ് വെച്ച ട്രേഡാണ് ഗൈസ്. ഒരു പമ്പിങ് കിട്ടിയിരിക്കണം. പിന്നെ നമുക്ക് ഏതായാലും നമ്മൾ SL കുറച്ചും കൂടി കയറ്റി വെച്ച് കൊടുക്കാം. കാരണം ഇനി നമ്മൾ ലോസിൽ ഇറങ്ങിയിട്ടുണ്ടാകും. അത്രയും ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഹോൾഡായി. ഇനി നമ്മൾ പോസ്റ്റിൽ ഇറങ്ങണം പൊട്ടത്ര. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോഫിറ്റ് എങ്കിലും എടുക്കട്ടെ. 1 മണിക്കൂർ ഹോൾഡ് ചെയ്തിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ എൻട്രി എടുത്തോടത്തുനിന്ന് ഏകദേശം 1.25 മണിക്കൂറോളമായി. നമ്മൾ ഇങ്ങനെ മേലേക്ക് കയറി വന്നപ്പോൾ SL ഇങ്ങനെ പതിയെ കയറ്റി ഏകദേശം ഇപ്പോൾ ഒരു എങ്ങനെയാലും ഇപ്പോൾ എക്സിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 പോയിന്റ്സിൻ്റെ മേലെ കിട്ടും. കാരണം ഇത്ര കൺസോൾട്ടേഷൻ ആയിട്ട് ഇനി അവിടെ ഒരു റിവേഴ്സൽ വന്നാൽ നമ്മൾ അടിക്കേണ്ടെന്നുള്ള ലെവലേ. അവിടെ എക്സിറ്റ് ഇങ്ങനെ കുറച്ചും കൂടി മൂവ് ചെയ്യുന്നുള്ളൊരു പ്രോബിലിറ്റി ഉണ്ട്. പക്ഷേ മാർക്കറ്റ് ഇത്ര കൺസോൾട്ടേഷൻ ആകുമ്പോൾ എന്താ നടക്കുക എന്നറിയില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ കയറ്റി ഇവിടെ എത്തിക്കുന്നു. പക്ഷേ നിയർ ടാർഗറ്റാണ്. ഏകദേശം നമുക്കൊരു 10 പോയിന്റ് കൂടി മൂവ് ചെയ്താൽ ടാർഗറ്റ് കിട്ടും. ഏകദേശം 3,000 നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിയും. പക്ഷേ എന്താവും അറിയാം, നോക്കാം. അങ്ങനെ ഗൈസ് സ്റ്റിൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ ടാർഗറ്റിൻ്റെ ആ ഏരിയയൊക്കെ ഇടുന്നിട്ട് കൺസോൾട്ടേഷനാണ്. ഈ അജാതി കൺസോൾട്ടേഷൻ ഏകദേശം 4 ടൈം ഒന്ന് ഹോൾഡ് ചെയ്താൽ SL നമ്മൾ തൊട്ടടുത്ത് വെച്ചിരിക്കണം. ഒന്നെങ്കിൽ ഇപ്പോൾ SL അടിക്കും. SL അടിച്ചാൽ നമ്മൾ പ്രോഫിറ്റിൽ തന്നെ ആവും എക്സിറ്റ് വരിക. എന്നാലും നോക്കാം, അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടും. ഒന്നാണ് മൂവ് ചെയ്തൂടെ, ഒരു 10 പോയിന്റും കൂടെ ഉള്ളൂ. നോക്കാം. നമ്മളങ്ങനെ ഇതിൽ പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. പക്ഷേ ഫുൾ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏകദേശം ഈ ഒരു ട്രേഡിൽ നമ്മൾ 1,886.25 രൂപ പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. സോ ഗൈസ് ഇതേമാതിരിയുള്ള ലൈവ് ട്രേഡ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. ഞാൻ പോകുന്നു. ബൈ.